ഏത് മയക്കുമരുന്നുകളും മനുഷ്യന് ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവാവട്ടെ, അത് കുറച്ചായാലും അത് കൂടുതലായാലും അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. അതിൻ്റെ എല്ലാ വകഭേദങ്ങളും, അത് കുടിച്ചാലും ശരി, അത് വലിച്ചാലും ശരി, അത് കുത്തിവെച്ചാലും ശരി, എന്തായാലും ശരി, ലഹരി ഉണ്ടാക്കുന്ന സകല വസ്തുക്കളും അത് കുറഞ്ഞതായാലും അത് കൂടിയതായാലും അത് ഹറാമാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ, ലഹരി മൻശരിബൽ ഖംറ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ, എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ഈ സംഗതി കാണുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കണം. മൻശരിബൽ ഖംറ, ആരെങ്കിലും ഒരു ലഹരി വസ്തു ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 40 ദിവസത്തെ നിസ്കാരങ്ങൾ സ്വീകരിക്കുകയേയില്ല. 40 ദിവസത്തെ നിസ്കാരം എന്നാൽ 40 × 5 200 അവന്റെ 200 നിസ്കാരങ്ങൾ അല്ലാഹു തആല വെട്ടിക്കളെ. ഒരു ദിവസം ഒരു നുള്ള് ഏതെങ്കിലും ഒരു സമയത്ത് കൂട്ടുകാരന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും അറിയാം ലഹരി അപകടമാണ്, അത് നശിപ്പിച്ചു കളയും, അത് കൊന്നുകളയും, മാതാപിതാക്കളെ സങ്കടത്തിലാക്കും, കുടുംബത്തിനെ വഴിയാധാരമാക്കും, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും അത് ഉപയോഗിക്കാൻ ചില കാരണങ്ങളുണ്ട്.